ഹായ് ഗൈസ്, ടുഡേസ് വീഡിയോയിൽ നമ്മൾ ഹാർഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫയർ ബോൾ റോക്കലൂൺ അറ്റാക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ ടെലോസിയിൽ നിന്ന് ബലൂൺ ബ്ലിംബ് ഡിപ്ലോയ് ചെയ്തതുപോലെ തന്നെ യെറ്റിയാണ് സി സിയിൽ എടുത്തത്. അതുപോലെ തന്നെ ക്ലോൺ സ്പെല്ലും ഉണ്ടായി. ടൗൺ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ബിൽഡിങ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോൺ സ്പെല്ലും കൂടെ എടുത്ത്. സോ ടൗണാണ് അതുപോലെ തന്നെ മാക്സിമം വിലയോടെ നമുക്ക് കിട്ടി. സോ ഫയർ ബോൾ ഡിപ്ലോയ് ചെയ്യാൻ നമുക്ക് സറൗണ്ടിങ്സിലുള്ള ബിൽഡിങ്സ് ഒക്കെ എടുത്ത് കളയാം. സോ ആർച്ചർ ടവേഴ്സ് എടുത്തു, അതുപോലെ തന്നെ ഡിഫൻസ് എടുത്തു. സോ 6 OCയിൽ നിന്ന് വാർഡൻ ഡിപ്ലോയ് ചെയ്തു. സോ വാർഡൻ്റെ ഒപ്പം ഓളാണ് പെറ്റായിട്ട് എടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് ഇൻവിസിബിൾ, സെക്കൻഡ് ഇൻവിസിബിൾ, തേർഡ് ഇൻവിസിബിൾ, ഫോർത്ത് ഇൻവിസിബിൾ, ഫിഫ്ത്ത് ഇൻവിസിബിൾ, ബൂം. സോ കോറിലുള്ള ഒട്ടുമിക്ക ബിൽഡിങ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നല്ലൊരു വാല്യൂ ആണ് അവിടെ നമുക്ക് ഫയർ ബോളിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നത്. സോ ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്തു നല്ലൊരു ഹീറോസ് ഫണലിങ്ങിന് വേണ്ടിയിട്ട്. സോ റോക്കലൂൺസ് കൂടെ 6 OC ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റേ ആർച്ചർ റൗണ്ടേ നമുക്ക് കിട്ടണം. സോ ബേബി ഡ്രാഗനോട് നല്ലൊരു ഫണൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. സോ 9 OCയിൽ നിന്ന് വോൾക്കേരി അതുപോലെ തന്നെ 100 റോക്കലൂണും വിസാഡൊക്കെ ഇട്ട് ചെറിയൊരു ഫണൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോസിന് മെയിൻലി ആ 9 OCയിലുള്ള സ്കാറ്റർ ഷോട്ട് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഫണൽ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ RCയെ ഇപ്പം സൈഡിൽ എന്താ പറയുക 4 OCയിലെ കമ്പാർട്ട്മെൻറ്റിലേക്കും ഒരു സ്കെൽട്ടൻ സ്പെല്ലിൻ്റെ സപ്പോർട്ടോടുകൂടി വിട്ടിട്ടുണ്ട്. സോ എനിമിക്യൂനും സ്കാറ്റർ ഷോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കിങ്ങും ക്യൂനും നല്ല വാല്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ വാർഡനെ ഞാൻ ഹീറോസ് വെച്ച് പുൾ ചെയ്തായിരുന്നു നല്ല സപ്പോർട്ടിന് വേണ്ടിയിട്ട്. സോ ടൗൺ ഹാൾ പോയതോടുകൂടി അവിടെ അത്ര ഡാമേജ് തരാൻ പറ്റിയ വേറെ ബിൽഡിങ്സ് ഒന്നും വേറെ ഇല്ല. സോ RC ആ ഏരിയ ഫുള്ള് നല്ല വാല്യൂ കിട്ടിയായിരുന്നു. സോ RCക്ക് ഞാൻ എന്താ പറയുക ഹേസ്റ്റ് സ്പെൽ എക്യുപ്മെൻറ്റും അതുപോലെ തന്നെ മറ്റേ ഇലക്ട്രിക് ബൂട്ടുമാണ് സെലക്ട് ചെയ്തത്. സോ ക്യൂൻ ആൻഡ് വാർഡൻ സ്റ്റിൽ അലൈവ്. സോ ക്ലിയറൻസ് എല്ലാ സൈഡിൽ നിന്നും ക്ലിയറൻസ് മെയിൻലി നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ക്ലിയറൻസ് എടുക്കണം. ക്ലിയറൻസ് എടുത്തില്ലെങ്കിൽ ടൈം ഫെയിലിന് നല്ല ചാൻസ് ആണ്. ഈ അറ്റാക്ക് മെയിൻലി നോർമൽ മോഡിൽ തന്നെ ഈ അറ്റാക്ക് കുറേ ടൈം ഫെയിൽ കിട്ടുന്നതാണ്. സോ ഹാർഡ് മോഡിൽ പിന്നെ പറയണ്ട. സോ മാക്സിമം ക്ലിയറൻസ് എടുക്കാൻ നോക്കണം. സോ മെയിൻലി ഈ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഫയർ ബോൾ നല്ല വാല്യൂ കിട്ടണം. അതുപോലെ തന്നെ വാർഡൻസ് അറിയുക നോക്കണം. ഹീലർ വാർഡൻ അറ്റാക്ക് എന്താ പറയുക വാർഡൻ വോക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ വാർഡൻ മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കണം. സോ ഇതുപോലെ ഫണലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻ കേസ് വാർഡൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ നെക്സ്റ്റ് അറ്റാക്ക് FTR ആണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ വാർഡൻ ടെലോസിൽ നിന്ന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ ആങ്കർ ജെല്ലിയാണ് പെറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സോ വാർഡൻ വോക്കിൽ കുറേ ബിൽഡിങ്സ് മാക്സിമം വാർഡൻ എടുക്കും. സോ അവിടെ ഫയർ ബോൾ വിടാൻ അത്യാവശ്യം നല്ല വാല്യൂ നല്ല പാത്തിങ്ങിന് വേണ്ടിയിട്ട് കുറേ സൈഡിൽ ബിൽഡിങ്സൊക്കെ റോക്കലിലും വെച്ചെടുക്കുന്നുണ്ട്. സോ മെയിൻലി അറ്റാക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസ് വേണം, നല്ല പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഇല്ലാതെ ഒരു അറ്റാക്ക് ചെയ്യാൻ പോകരുത്. ചിലപ്പോൾ 0 സ്റ്റാർ 1 സ്റ്റാർ ആയെന്നൊക്കെ ഇരിക്കും പേഷ്യൻസ് ഇല്ലാതെ അടിക്കാൻ പോയത്. സോ അവിടെ ആങ്കർ ജെല്ലിൽ വെച്ച് നല്ല ഫസ്റ്റ് തന്നെ പാടാനുള്ള ഡിഫൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഫയർ ബോളിന് പാത്തിങ് ഉണ്ട്. സോ 1 2 ഓക്കെ. സോ 2 ഇൻവിസിബിൾ സ്പെല്ലിട്ടതുകൂടി നല്ലൊരു ഫയർ ബോൾ വിടാനുള്ള പാത്തിങ് അവിടെ കിട്ടി. സോ അവിടെ നിന്ന് മറ്റേ ക്യാനൻ ഒഴികെ റിച്ചോർഡ് ക്യാനൻ ഒഴികെ ബാക്കി എല്ലാ ബിൽഡിങ്സും അവിടെ കിട്ടി. റിച്ചോർഡ് ക്യാനിന് ശരിക്കും 3 EQ വേണം. സോ അതൊരു ലൂൺ ഇട്ടാൽ മതി റിച്ചോർഡ് ക്യാനൻ എടുത്ത് കിട്ടാൻ. സോ വാർഡൻ 9 OCയിലേക്ക് വോക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ അറ്റാക്സ് ഒക്കെ ചെയ്യുമ്പോൾ വാർഡൻ മാക്സിമം നിങ്ങൾ വാർഡൻ സർവൈവ് ചെയ്ത് നോക്കണം. വാർഡൻ തുടക്കം തന്നെ ഡൗൺ ആയി പിന്നെ അറ്റാക്ക് ഫെയിലായി. ഓക്കെ. സോ വാർഡനും അതുപോലെ തന്നെ എനിമി RCയും സോ ഒരു ഫ്രീസ് ചെയ്തു. ഓക്കെ. സോ റോക്കലൂൺ വിട്ട് റിച്ചോർഡ് ക്യാനൻ എടുക്കാൻ നോക്കുന്നുണ്ട്. 1 HPയിലാണ് റിച്ചോർഡ് ക്യാനൻ നിൽക്കുന്നത്. ഓക്കെ. സോ അതും എടുത്തു. സോ വാർഡൻ അവിടെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ SB ആണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. 3 OCയിൽ SB ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ കിങ് ആൻഡ് ക്യൂനിന് അവിടെ ഒരു മറ്റേ ഫയർ സ്പിറ്റർ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഫണലിങ്ങിന് വേണ്ടിയിട്ടാണ് SB അവിടെ ഡിപ്ലോയ് ചെയ്തത്. സോ കിങ് ഡിപ്ലോയ് ചെയ്തു, ക്യൂൻ ഡിപ്ലോയ് ചെയ്തു. സോ അവിടെ ആകെയുള്ള എനിമി ഹീറോ എന്ന് പറയുന്നത് മിനിയൻ പ്രിൻസ് ആണ്. സോ വാർഡൻ നല്ല രീതിക്ക് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡൻ നല്ല ഡാമേജും കിട്ടുന്നുണ്ട്. സ്കാറ്റർ ഷോട്ട് അതുപോലെ തന്നെ എക്സ്ബോ 2 നല്ല അടി അടിക്കുന്നുണ്ട്. സോ റോക്കലൂണൊക്കെ വിട്ട് വിസാ ടവറൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. വാർഡന് ഒന്നും കൂടെയും കോറിലേക്ക് പോകാൻ ഒരു ഫണലിങ്ങിന് വേണ്ടിയിട്ട് ടൗൺ ഹാൾ എടുക്കാനുള്ള ഫണലിങ്ങിന് വേണ്ടിയിട്ട്. സോ കിങ് ആൻഡ് ക്യൂൻ അവിടെ നിന്ന് അത്യാവശ്യം നല്ല വാല്യൂ എടുത്തു. സോ SBയിൽ നിന്ന് സൂപ്പർ മിനിയനും പോപ്പായി. സോ ക്യൂനിന് റിച്ചോർഡ് ക്യാനൻ ഇൻഫെർണോ അതൊക്കെ ഇപ്പോൾ ആക്സസിബിൾ ആണ് കിങ്ങിൻ്റെ അബിലിറ്റി അടിച്ചതുകൊണ്ട്.
സോ സ്റ്റിൽ ടൗൺ ഹാൾ സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, സോ RC 6OCയിൽ നിന്ന് ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, വാർഡൻ, ക്യൂൻ, RC എല്ലാം അലൈവാണ്. സോ ടൈം കണ്ടോ, ടൈം നല്ല രീതിക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ടൈം ഫെയിൽ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ റോക്കലൂൺ, കയ്യിലുള്ള റോക്കലൂൺസ് ഒക്കെ ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. HH വിട്ടു, RC സ്റ്റിൽ ഗോയിങ്. സോ ബാക്കിയുള്ള റോക്കലൂൺസും വിട്ടു. ടൗൺ ഹാൾ ഈസ് ദ ഓൺലി ബിൽഡിംഗ് വിത്ത് സ്റ്റാൻഡിങ്. സോ ടൗൺ ഹാളും പോയി. സോ ഒരു ഇൻവിസിബിൾ സ്വാഗും ആക്കി. സോ അടുത്ത ട്രിപ്പ്. സോ ഈ അറ്റാക്സ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ അടിച്ചാൽ കിട്ടണമെന്നില്ല. സോ മാക്സിമം നല്ല പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. സോ നെക്സ്റ്റ് അറ്റാക്കിലേക്ക് പോകാം. സോ ഇത് ഞാൻ ആരോണിൻ്റെ ബേസിൽ അടിച്ച അറ്റാക്കാണ്. സോ ഈ ബേസിൽ ഞാൻ നല്ലൊരു ഫ്ലെയിം ഫ്ലിങ്കർ വാല്യൂ കണ്ടു. സോ ഫസ്റ്റ് ഞാൻ RC ഇട്ട് ആ എക്സ്ബോ എടുത്ത് കളഞ്ഞ് റീകോൾ ചെയ്യണം. സോ റീകോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫ്ലെയിം ഫ്ലിങ്കറിന് അടിക്കാൻ പറ്റിയ വേറെ ബിൽഡിങ്സ് ഒന്നുമില്ല. സോ എന്നിട്ട് നമ്മളവിടെ ഫ്ലെയിം ഫ്ലിങ്കർ ഡിപ്ലോയ് ചെയ്യണം. സോ എപ്പോഴും ഫ്ലെയിം ഫ്ലിങ്കറിൽ ഒരു ചെറിയ കണ്ണ് വേണം, ഒരു സ്കെല്ലി മതി ഫ്ലെയിം ഫ്ലിങ്കർ പോകാൻ. ഓക്കെ, സോ FB വിട്ടു. ഓക്കെ, 2 ഇൻവിസിബിൾ വിട്ട് അതുപോലെ വാർഡൻ വെച്ച് FB എടുത്തു. FB വിട്ടു എക്സ്ബോ ആ ചെറിയ കമ്പാർട്ട്മെൻറ്റ് എടുത്തു. ഇതിൽ ഞാൻ ഹീലർ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഫ്ലെയിം ഫ്ലിങ്കറിനൊരു നല്ല വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അറ്റാക്ക് ഹീറോസ് ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കം തന്നെ ആ കമ്പാർട്ട്മെൻറ്റ് എടുത്ത് കളഞ്ഞത്. സോ അതുപോലെ തന്നെ ഐസ് ഗോളം, കിങ്, ക്യൂനെല്ലാം വിട്ടു. സോ ബേബി ഡ്രാഗനും ഡിപ്ലോയ് ചെയ്തു ഒരു ഫണലിങ്ങിന് വേണ്ടിയിട്ട്. സോ വോൾ ബ്രേക്കറും ഇട്ട് നമുക്ക് കിങ്ങിനെയും ക്യൂവിനെയൊക്കെ ഉള്ളിലേക്ക് കയറ്റാം. സോ RC ഞാൻ അവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്തു. സോ RCയുടെ ഒപ്പം ഒരു സ്കെലി സ്പെല്ല് വിട്ടു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ HH വോൾ ബ്രേക്കറൊക്കെ വിട്ടു ഹീറോസിന് കുറച്ചുകൂടെ വാല്യൂ കിട്ടാൻ. സോ കിങ് അബിലിറ്റി പോപ്പ് ചെയ്യാം. സോ കിങ് അബിലിറ്റിയും പോപ്പ് ചെയ്തു. സോ 4 ഹീറോസും സ്റ്റിൽ ഗോയിങ്. സോ 1OCയിൽ നിന്ന് ഒരു ഇലക്ട്രോ ഡ്രാഗനും ഡിപ്ലോയ് ചെയ്തു. അവിടെ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. സോ ഡിഫൻസ് എടുത്ത് കളയണ തന്നെ അവിടെ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. സോ CC പുള്ളായിട്ടുണ്ട്. സോ CC കൊല്ലാൻ നമ്മൾ പോയിസൺ വിട്ടു. ഓക്കെ, സോ ആ ഡിഫൻസ് എടുത്ത് കളയാൻ 3 റോക്കറ്റ് ലൂൺ ഇട്ടു. ഓക്കെ, അവിടെ നിന്ന് ഇലക്ട്രോ ഡ്രാഗനൊക്കെ ഡെഡായി. സോ റോക്കറ്റ് ലൂണിനെ അടിക്കാൻ പറ്റിയ ഡിഫൻസ് ഒന്നും അവിടെ ഇല്ല. സോ എല്ലാം ഗ്രൗണ്ട് ടാർഗറ്റ് ആണ്. അതുപോലെ തന്നെ ഫയർ സ്പീഡർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ആകെ നമ്മുടെ ട്രൂപ്സിനെ കൊല്ലാൻ വേണ്ടി ഡിഫൻസ് എന്ന് പറയാനായിട്ട് RC ടവർ, അതുപോലെ തന്നെ മോണോ, അതുപോലെ തന്നെ മെയിൻ സീൻ എന്ന് പറയുന്നത് മിനിയൻ പ്രിൻസ് ആണ്. സോ മിനിയൻ പ്രിൻസിനെ കൊല്ലാൻ എക്സ്ട്രാ HH കയ്യിലെടുത്തിട്ടുണ്ടായി. സോ RC ടവർ പോയ ശേഷം നമുക്ക് HH വിടാം. RC ടവർ ഉള്ള സമയത്ത് വിട്ടാൽ ചിലപ്പോൾ HH അവിടെ എത്തുന്നതിന് മുമ്പേ HH ഒക്കെ പടാവും. സോ റോക്കലൂണൊക്കെ വിട്ട് മോണോളിത്ത് എടുത്തു. അതുപോലെ തന്നെ മിനിയൻ പ്രിൻസും ഡെഡായി. ഓക്കെ, സോ ക്ലിയറൻസ് എല്ലാം ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴാണ് ഫ്ലെയിം ഫ്ലിങ്കർ ഓപ്പൺ ആയത്. സോ ഫ്ലെയിം ഫ്ലിങ്കറിൻ്റെ ട്രൂപ്സ് ഒക്കെ അവിടെ നിന്ന് വരുന്നത് കാണാം. 6OCയിൽ നിന്ന് എറ്റീസാണ് ഫ്ലെയിം ഫ്ലിങ്കർ ഞാൻ എടുത്തത്. സോ ക്ലിയറൻസ് എറ്റീസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ട്രിപ്പ്. സോ വെറൈറ്റി ഓഫ് ഫയർ ബോൾ റോക്കലൂൺ അറ്റാക്സ് ഉണ്ട്. സോ അത് നിങ്ങൾ ബേസ് അനുസരിച്ച് പ്ലാൻ ചെയ്യണം. വാർഡൻ വോക്ക് പറ്റണ ബേസസിലാണെങ്കിൽ മാക്സിമം വാർഡൻ വോക്ക് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ഇതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റ് വാർഡൻ വോക്ക് തന്നെയാണ്. പക്ഷേ കൂടുതൽ ഡാമേജ് വരാണെങ്കിൽ വാർഡൻ പെട്ടെന്ന് ഡൗൺ ആവും. സോ നെക്സ്റ്റ് അറ്റാക്ക് ഞാൻ HRH മോൺസ്റ്ററിൻ്റെ ബേസിൽ ഞാൻ എടുത്തത്. HRH മോൺസ്റ്ററിനെ പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചവർക്കൊക്കെ അറിയായിരിക്കും. ആൽബിൻ എന്നാണ് പേര്, പ്രോ പ്ലെയർ ആയിരുന്നു. സോ ഇതിലും ഞാൻ ഇതുപോലെ തന്നെ എക്സ്ബോ ഒക്കെ RC വെച്ച് ഇൻവിസിബിൾ എടുത്തു. എന്നിട്ട് ഫ്ലെയിം ഫ്ലിങ്കർ ഡിപ്ലോയ് ചെയ്തു. സോ അവിടെ ഫ്ലെയിം ഫ്ലിങ്കർ നല്ലൊരു വാല്യൂ ഇടും. ഫ്ലെയിം ഫ്ലിങ്കറിനെ അടിക്കാൻ പറ്റിയ വേറെ ബിൽഡിങ്സ് ഒന്നും ഇല്ല. സോ ഫ്ലെയിം ഫ്ലിങ്കർ അവിടെ നിന്ന് നല്ല വാല്യൂ എടുക്കും. സോ നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിലേക്ക് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യൂ. സോ ഹാർഡ് മോഡിൽ നിങ്ങൾക്ക് അത്യാവശ്യം 3 സ്റ്റാറൊക്കെ അടിക്കാൻ പറ്റിയ പിന്നെ നോർമൽ മോഡൊന്നും ഒന്നുമല്ല. സോ അവിടെ നിന്ന് വാർഡൻ FBയിലൂടെ നല്ല വാല്യൂ കിട്ടി. 2 ഇൻവിസിബിൾ മാത്രമേ യൂസ് ആക്കേണ്ടി വന്നുള്ളൂ. സോ വാർഡൻ 12OCയിൽ നിന്ന് നമ്മൾ 9OCയിലേക്കാണ് വോക്ക് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ 3OCയിൽ ഒരു ഇലക്ട്രോ ഡ്രാഗനും ഇട്ടു. അവിടെ ഹീറോസ് പോകാൻ ഒരു പാത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വാർഡൻ്റെ മേത്ത് എപ്പോഴും ഒരു കണ്ണ് വേണം. മെയിൻലി സിംഗിൾ ഇൻഫർനോ എനിമി ഹീറോസൊക്കെ ഉള്ള ടൈമിൽ. സോ ഈ ഹാർഡ് മോഡിൽ അവർക്ക് നല്ല ഡാമേജ് ആണ്. അവർക്ക് കണ്ണ് തെറ്റി അപ്പം വാർഡൻ ഡൗൺ ആവും. സോ ഓക്കെ, എനിമി ഹീറോ ഡെഡായി, എനിമി RC ഡെഡായി. അവിടെ ടൈമിങ്ങിൽ ഒരു HH വിട്ടു. സോ സിംഗിൾ ഇൻഫർണോ വാർഡനെ കയറി പിടിച്ചിട്ടുണ്ട്. സോ സിംഗിൾ ഇൻഫർണോ ഫ്രീസ് ചെയ്തു. അതുപോലെ തന്നെ
കിങ് ക്യൂനൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ട് ഓസിൽ നിന്ന്, അതുപോലെ തന്നെ കിങ്ങിന് സപ്പോർട്ടായിട്ട് HHും ഡിപ്ലോയ് ചെയ്തു. സോ 3OCയിലെ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് കയറ്റുന്നത്. സോ ഒരു സ്കെലി കൂടെ ഇടാം. സ്കെലി കൂടെ ഇട്ടു. സോ അവിടുന്ന് ഫ്ലെയിം ഫ്ലിങ്കർ എടുത്ത വാല്യൂ കണ്ടോ, ആ ഏരിയ ഫുള്ള് വാല്യൂ എടുത്തു. അതുപോലെ തന്നെ RCനെ നമുക്ക് റീകോൾ ചെയ്ത RCനെ നമുക്ക് 9OCന്ന് വിടാം. സോ അവിടെ ഒരു ഫണലും ആവും കോറിലേക്ക് പോകാനായിട്ട്. സോ CC ഒക്കെ ഫുള്ളായി. CCനെയൊക്കെ നമ്മുടെ എനിമി ക്യൂനും CCനെയൊക്കെ നമ്മുടെ ക്യൂനും നമ്മുടെ കിങ്ങും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ പോയിസൺ സ്പെല്ല് ഇട്ടു. സോ അവിടെ വേറെ വലിയ ഇഷ്യൂസ് വന്നില്ല. സോ ടൗൺ ഹാൾ കോറുള്ളതുകൊണ്ട് തന്നെ നല്ല ഡാമേജ് ആണ്. അതുപോലെ തന്നെ ഫയർ സ്പിറ്റർ, ടൗൺ ഹാൾ എല്ലാം വാർഡൻ അതുപോലെ ഉറങ്ങി. സോ ഫ്ലെയിം ഫ്ലിങ്കർ സ്റ്റിൽ ലൈവാണ്. RC ലൈവാണ്. അതുപോലെ തന്നെ ക്യൂന് ലൈവാണ്. ക്യൂനിൻ്റെ എന്താ പറയുക, മാജിക് മിറർ എക്യുപ്മെൻ്റ് എടുക്കുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ ഒരു റേസ് സ്പെല്ല് വേണം. സോ റേസ് സ്പെൽ വിത്ത് മാജിക് മിറർ നല്ല OP ആണ്. റേസ് സ്പെല്ല് ഇല്ലാതെ ഇട്ടാൽ അത്ര OP അല്ല, എന്നാലും കുഴപ്പമില്ല എന്നാ പറയാൻ പറ്റും. സോ ടൗൺ ഹാൾ സ്റ്റിൽ ദിസ് അറ്റാക്ക് ഓൾസോ ടൗൺ ഹാൾ വാസ് ദ ലാസ്റ്റ് ബിൽഡ് വിച്ച് വാസ് സ്റ്റാൻഡിങ്. സോ ടൗൺ ഹാളും കിട്ടി. ഓക്കെ, സ്വീപ്പറും കിട്ടി. സോ ഇറ്റ്സ് അനദർ ട്രിപ്പ്. സോ അടുത്ത അറ്റാക്കിലേക്ക് പോവാം. സോ 1 2 3 4 5 ബൂം. ഓക്കെ, സോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലാതെ ഇങ്ങനെയൊക്കെ 5 ഇൻസിബിൾ വെച്ച് അടിച്ചാൽ ചിലപ്പോൾ കോറിലേക്കൊന്നും ആയിരിക്കില്ല പോണത്, വല്ല സൈഡിലുള്ള വല്ല ടെസ്റ്റിലേക്കൊക്കെ ആയിരിക്കും പോണത്. സോ മാക്സിമം നല്ല പ്രാക്ടീസ് ആണ്. അതുപോലെ തന്നെ മോണോ നമുക്ക് ഈ അറ്റാക്കിൽ ബ്ലിമ്പ് വെച്ച് എടുക്കാം. സോ ഈ അറ്റാക്കിൽ ഫ്ലെയിം ഫ്ലിങ്കറിന് പ്രത്യേകിച്ച് നല്ല വാല്യൂ കിട്ടാനൊന്നുമില്ല, ഒട്ടും വാല്യൂ ഇല്ലാത്ത ബേസ് ആയിരുന്നു ഫ്ലെയിം ഫ്ലിങ്കറിന്. സോ അവിടെ CC ഉള്ളതുകൊണ്ട് തന്നെ പോയിസൺ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RCനെ നമ്മൾ 9OCയിൽ നിന്ന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോ ഈ അറ്റാക്കിൽ ഞാൻ റീകോൾ സ്പെല്ലൊന്നും എടുത്തിട്ടില്ല, മറ്റേ വാർഡൻ വോക്ക് ആയതുകൊണ്ട് കുറേ സ്പെൽസ് എടുക്കാനില്ല ഇങ്ങനത്തെ അറ്റാക്കിൽ. സോ RC അവിടെ നല്ല വാല്യൂ എടുക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. ഒരു ഫ്രീസ് ഇട്ട് ഓക്കെ ഫ്രീസ് ഇട്ട് കൊടുത്തു എനിമി RC. അതുപോലെ തന്നെ റിച്ചാർഡ് കാനൻ രണ്ടും നമ്മുടെ RC എടുത്തു തരും. സോ വാർഡൻ അവിടെ എക്സ്പോ അതുപോലെ തന്നെ മൾട്ടി അല്ലല്ലോ ഇൻഫെർണോ എടുക്കാൻ നല്ലൊരു പാത്തിങ്ങാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ RC അവിടെ നിന്ന് നല്ല വാല്യൂ തന്നെ എടുത്തു. സോ അൺഫോർച്ചുനേറ്റ്ലി എക്സ്പോ കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി സ്കാറ്റർ കിട്ടിയില്ല. സോ നോ ഇഷ്യൂസ്, നമുക്ക് റോക്കലൂണ് വെച്ച് സ്കാറ്റർ എടുക്കാമെന്നുള്ളൂ. സോ അതുപോലെ തന്നെ വാർഡന് സപ്പോർട്ടായിട്ട് നമ്മൾ കിങ് ക്യൂനെയൊക്കെ ഡിപ്ലോയ് ചെയ്തു. കിങ് ക്യൂനൊക്കെ വാർഡൻ്റെ ഈ റേഞ്ച് എക്യുപ്മെൻറ്റിലുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ലതായിരിക്കും കോറിലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ 9OCയിൽ നമ്മൾ ഇലക്ട്രോ ഡ്രാഗനെ ഡിപ്ലോയ് ചെയ്തത് ഈ ഹീറോസിന് കോറിലേക്ക് കയറുക ഒരു ഫണലിങ്ങിന് വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ സിംഗിൾ ഇൻഫെർണോയിൽ നമ്മൾ ഒരു സ്കെലി സ്പെല്ലും ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, സോ കോറിലേക്ക് നല്ല രീതിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കിങ് അളിറ്റിയും പോപ്പ് ചെയ്തു. സോ ക്യൂനിന് ടൗൺ ഹാൾ അതുപോലെ തന്നെ കോറിലുള്ള ഒട്ടുമിക്ക ബിൽഡിങ്സും ക്യൂവിന് ആക്സബിളാണ്. സോ അതുപോലെ തന്നെ മാജിക് മിറർ ആൻഡ് റേസ് സ്പെല്ലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കോറിലുള്ള ഒട്ടുമിക്ക ബിൽഡിങ്സും ക്യൂവിന് എടുത്തു കഴിഞ്ഞു. സോ ബേസ് തീർന്നു ഗൈസ്, മോസ്റ്റ്ലി എല്ലാം ബേസ് ഫുൾ തീർന്നു. ഇനി എടുക്കാൻ പ്രത്യേകിച്ച് ബിൽഡിങ്സ് ഒന്നുമില്ല. സോ എക്സ്പോ മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇതുപോലത്തെ അറ്റാക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഹാർഡ് മോഡിലൊക്കെ യൂസ് ചെയ്യുക. ഹാർഡ് മോഡിൽ നമുക്ക് ഇതൊക്കെ അടിക്കാൻ പഠിച്ചപ്പോൾ നോർമൽ മോഡൊക്കെ ഭയങ്കര ഈസിയാണ്. സോ ബൈ ഗൈസ്.